മല പോലെ വന്നത് എലി പോലെ പോയി എന്ന് പറഞ്ഞതുപോലെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP ഭരണത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് വരെ ആരും കണ്ടിട്ടില്ലാത്ത, കേട്ടുകേൾവി പോലും ഇല്ലാത്ത തരത്തിലുള്ള ഒരു അന്തർനാടകത്തിനാണ് തൃശ്ശൂർ ജില്ലയിൽ വിയ്യൂർ സെൻട്രൽ ജയിലിൽ ഇന്ന് സാക്ഷ്യം വഹിച്ചത്. കടുത്ത ഗുണ്ടാ നിയമമായ കാപ്പ ചുമത്തപ്പെട്ട് അതീവ സുരക്ഷ തടവിൽ ജയിലിൽ കിടക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൗൺസിലർ ആർ സുഗതൻ ജയിലിന്റെ 4 ചൂരൽക്കുള്ളിൽ വെച്ച് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം നിലനിർത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട സുഗതനാർ എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും പഴശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തെ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഒരു ജനപ്രതിനിധി ജയിലിൽ കിടന്ന് ഔദ്യോഗിക പദവിയുടെ സത്യവാചകം ചൊല്ലുന്നത് കേരള ചരിത്രത്തിൽ തന്നെ ഇതാദ്യമായ സംഭവമാണ്. നാളെ ഒരു പക്ഷേ PSCയിലേക്ക് വരാനും അല്ലെങ്കിൽ PSCയുടെ ചോദ്യമായൊക്കെ വരാനും സാധ്യതകളുണ്ട്. അതൊക്കെ പോരാഞ്ഞിട്ട് തിരുവനന്തപുരം മേയർ VV രാജേഷ് തന്നെ നേരിട്ട് വിയ്യൂർ ജയിലിലെ ലൈബ്രറി ഹാളിലെത്തിയാണ് സുഗതന് ഈ സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. ഒരംഗത്തിന്റെ മാത്രം നേരിയ ഭൂരിപക്ഷത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം കയ്യിൽ വെച്ചിരിക്കുന്ന BJPക്ക് അധികാരം താഴെ വീഴാതിരിക്കാൻ ഈ കളി എന്തായാലും അത്യാവശ്യമായിരുന്നു. എന്നാൽ ജനാധിപത്യ പ്രക്രിയ തന്നെ നാണം കെടുത്തുന്ന ഒരു അവിശുദ്ധ നീക്കമായാണ് പ്രതിപക്ഷ കക്ഷികളായ LDFും UDFും ഇതിനെ കാണുകയും ചെയ്യുന്നത്. എന്താണ് സത്യത്തിൽ യഥാർത്ഥത്തിൽ ഈ നാടകത്തിൻ്റെ പശ്ചാത്തലം എന്ന് കൂടി പരിശോധിച്ചാൽ ഇവരുടെ തനിനിറം നമുക്ക് വ്യക്തമായി മനസ്സിലാവും. തിരുവനന്തപുരം കോർപ്പറേഷനിൽ കൗൺസിലർമാർ അധികാരമേറ്റ സമയത്ത് നടത്തിയ സത്യപ്രതിജ്ഞയാണ് സകല വിവാദങ്ങൾക്കും വഴിവെച്ചത്. കേരള മുനിസിപ്പാലിറ്റി ആക്ടിലെ അതിനൊക്കെ വിരുദ്ധമായി ചില അംഗങ്ങൾ ദൈവങ്ങളുടെ രാഷ്ട്രീയ ബലിദാനികളുടെയും ഒക്കെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തതിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി എത്തി. ഈശ്വരനാമത്തിലോ അല്ലെങ്കിൽ സഗൗരവമോ അല്ലാതെ നടത്തിയിട്ടുള്ള ഇത്തരം സത്യപ്രതിജ്ഞകൾ നിയമവിരുദ്ധമാണെന്ന് കണ്ടെത്തിയ ഹൈക്കോടതി ഡെപ്യൂട്ടി മേയർ ആശാനാഥ് ഉൾപ്പെടെയുള്ള 20 BJP കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ റദ്ദാക്കുകയായിരുന്നു. 4 ആഴ്ചയ്ക്കുള്ളിൽ ഇവർ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണമെന്നും കോടതി അന്ത്യശാസനം നൽകുകയും ചെയ്തു. കോടതി വിധി വന്നയുടൻ തന്നെ കോർപ്പറേഷൻ ആസ്ഥാനത്ത് വെച്ച് 19 പേരുടെ ചടങ്ങുകൾ അതിവേഗം പൂർത്തിയാക്കി. എന്നാൽ 20ാമനായ വാഴോട്ടുകോണം കൗൺസിലർ ആർ സുഗതന് മാത്രം അവിടെ എത്താൻ കഴിഞ്ഞില്ല. കാരണം പുള്ളി കാപ്പ നിയമപ്രകാരം വിയ്യൂർ സെൻട്രൽ ജയിലിലെ അതീവ സുരക്ഷാ തടവിലാണ്. സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി വെറും 1 ദിവസത്തെ താൽക്കാലിക ഇളവ് തരണമെന്ന് കാണിച്ച് സുഗതനും BJP നേതൃത്വം ആദ്യം കാപ്പ ബോർഡിനെ സമീപിച്ചെങ്കിലും അവർ കടുംപിടുത്തം പിടിച്ചു. ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ഏർപ്പെട്ട പ്രതിക്ക് യാതൊരുവിധ ഇളവ് നൽകാൻ കഴിയില്ലെന്ന് ബോർഡ് വ്യക്തമാക്കിയതോടെ അപേക്ഷ ആഭ്യന്തര വകുപ്പിനടുത്തേക്ക് എത്തുകയായിരുന്നു. അത് പിന്നീട് സർക്കാരിലുമെത്തി. എന്നാൽ കാപ്പ കേസ് പ്രതിയെ സത്യപ്രതിജ്ഞ ചെയ്യാൻ പുറത്തുവിടുന്നത് നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയാണെന്ന് പറഞ്ഞ് സർക്കാരും നിലപാട് കടുപ്പിച്ചു. അങ്ങനെ സർക്കാരും കാപ്പ ബോർഡും ഒരുപോലെ കൈയൊഴിഞ്ഞപ്പോഴാണ് BJP നേതൃത്വം അടിയന്തിരമായി ഹൈക്കോടതിയെ സമീപിക്കുന്നത്. തുടർന്ന് നടന്ന വാദപ്രതിവാദങ്ങൾക്കെല്ലാം ഒടുവിലാണ് പൗരാവകാശങ്ങളും ജനപ്രതിനിധിയുടെ അവകാശങ്ങളും മുൻനിർത്തി ജയിലിനുള്ളിൽ വെച്ച് സത്യപ്രതിജ്ഞ നടത്താമെന്ന നിർണായക ഉത്തരവ് കോടതി പുറപ്പെടുവിക്കുന്നത്. ചടങ്ങിനാവശ്യമായ സുരക്ഷ ഒരുക്കാൻ വിയ്യൂർ ജയിലിൽ സൂപ്രണ്ടിന് കോടതി നിർദ്ദേശവും നൽകി. ഇന്ന് രാവിലെ വിയ്യൂർ സെൻട്രൽ ജയിലിൽ വെച്ച് സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം ഒരുക്കിയിട്ടാണ് സന്ദർശകർക്ക് കർശന നിയന്ത്രണമുള്ള ചൊവ്വാഴ്ച ദിവസമായിരുന്നിട്ടും വലിയൊരു BJP സംഘം ജയിലിന്റെ കവാടത്തിൽ തടിച്ചുകൂടിയെങ്കിലും സുരക്ഷാ കാരണങ്ങളാൽ ജയിലിൽ അധികൃതർ ആരെയും അകത്തേക്ക് കടത്തിവിട്ടതുമില്ല. കോടതി ഉത്തരവുള്ളതിനാൽ മേയർ VV രാജേഷ്, കോർപ്പറേഷൻ സെക്രട്ടറി, തിരുവനന്തപുരത്ത് നിന്നുള്ള ലീഗൽ ഉദ്യോഗസ്ഥർ എന്നിവർക്ക് മാത്രമാണ് ജയിലിനുള്ളിൽ പ്രവേശനാനുമതി ലഭിച്ചിരുന്നത്. ഇവർ ജയിലിൽ സൂപ്രണ്ടുമായി ചർച്ച നടത്തി ലൈബ്രറി ഹാളിൽ ചടങ്ങിനുള്ള വേദി കൂടി ഒരുക്കുകയായിരുന്നു. കൃത്യം 11 മണിയോടെ പോലീസ് അകമ്പടിയോടെ സുഗതനെ സെല്ലിൽ നിന്നും ലൈബ്രറി ഹാളിലേക്ക് കൊണ്ടുവന്നു. ജയിലിലെ വസ്ത്രങ്ങൾക്ക് പകരം വെള്ളം മുണ്ടും ചട്ടം ധരിച്ച് മാധ്യമ ശ്രദ്ധ കിട്ടിയതിൻ്റെ വലിയ ആശ്വാസത്തിലും ചിരിച്ചുകൊണ്ടുമാണ് സുഗതൻ വേദിയിലേക്ക് എത്തിയത്. ചടങ്ങിൻ്റെ സുതാര്യത ഉറപ്പാക്കാൻ മാധ്യമ പ്രവർത്തകർക്കും കർശന പരിശോധനകളുടെ ഹാളിലേക്ക് പ്രവേശനം അനുവദിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് കോർപ്പറേഷൻ സെക്രട്ടറി കോടതി ഉത്തരവ് വായിച്ചു കേൾപ്പിക്കുകയും മേയർ VV രാജേഷ് സത്യവാങ്മൂലം ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു. ഇത്തവണ യാതൊരുവിധ പരീക്ഷണങ്ങൾക്കും മുതിരാതെ കൃത്യമായി ഈശ്വരനാമത്തിൽ തന്നെ സുഗതൻ സത്യപ്രതിജ്ഞ പൂർത്തിയാക്കുകയും ചെയ്തു. ഔദ്യോഗിക രേഖകളിൽ ഒപ്പും വെച്ചു. ഒപ്പുവെക്കൽ കഴിഞ്ഞ ഉടൻ തന്നെ ജയിൽ അധികൃതർ സുഗതനെ തിരികെ സെല്ലിലേക്ക് മാറ്റുകയും ചെയ്തു. വെറും 2 മിനിറ്റ് കൊണ്ടാണ് ഈ അപൂർവ നാടകം വിയ്യൂർ ജയിലിൽ അവസാനിച്ചത്. BJPയെ സംബന്ധിച്ചിടത്തോളം ഇത് കേവലം ഒരു കൗൺസിലറുടെ മാത്രം പ്രശ്നമൊന്നുമല്ല, മറിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിലെ തങ്ങളുടെ ഭരണത്തിൻ്റെ നിലനിൽപ്പിനായുള്ള ജീവൻ മരണ പോരാട്ടം കൂടിയാണ്. 100 അംഗ നഗരസഭയിൽ കേവലം ഒരംഗത്തിൻ്റെ മാത്രം ഭൂരിപക്ഷത്തിലാണ് BJP ഭരിക്കുന്നത്.
ഒരു സീറ്റ് നഷ്ടപ്പെട്ടാൽ പോലും ഭരണം താഴെ വീഴുന്ന അത്രയും കനത്ത രാഷ്ട്രീയ പ്രതിസന്ധിയാണ് അവിടെയുള്ളത്. സുഗതന്റെ അംഗത്വം നഷ്ടപ്പെട്ട് ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോയാൽ പണി പാളമെന്ന് ഭയന്നുകൊണ്ടാണ് മേയർ വി രാജേഷ് തന്നെ നേരിട്ട് വിയ്യൂർ ജയിലിലേക്ക് ഓടിയെത്തിയത്. തങ്ങളുടെ കൗൺസിലർമാരെ ആരെയും അയോഗ്യരാക്കാൻ സമ്മതിക്കില്ലെന്ന് മേയർ വ്യക്തമാക്കുമ്പോൾ സുഗതൻ കൊടും ക്രിമിനലാണെന്നും നിരവധി കേസുകളിൽ പ്രതിയാണെന്നും അടക്കമുള്ളത് മാധ്യമങ്ങളിൽ വാർത്ത വന്ന സാഹചര്യമുണ്ടായി. എന്നാൽ സുഗതൻ ക്രിമിനൽ അല്ല എന്നും CPM-കാർ കരുതിക്കൂട്ടി കുടുക്കിയതാണെന്നുമാണ് BJP നേതൃത്വത്തിന്റെ ന്യായീകരണമുള്ളത്. ഇന്നത്തെ സത്യപ്രതിജ്ഞയോടെ താൽക്കാലികമായി അയോഗ്യതാ ഭീഷണി ഒഴിവാക്കാൻ BJP-ക്ക് സാധിച്ചുവെങ്കിലും സുഗതന്റെ കൗൺസിലർ പദവി പൂർണ്ണമായി സുരക്ഷിതമാണെന്ന് പറയാൻ കഴിയുകയുമില്ല. കാരണം കേരള മുനിസിപ്പാലിറ്റി ആക്ട് പ്രകാരം കൗൺസിലർക്ക് തുടർച്ചയായി 3 കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല എങ്കിൽ കൗൺസിലർ പദവി സ്വയം റദ്ദാകും. സുഗതന്റെ കാര്യത്തിൽ ഇതിനകം തന്നെ 2 യോഗങ്ങൾ കഴിഞ്ഞിട്ടുമുണ്ട്. 3ാമത്തെ കൗൺസിൽ യോഗം വിളിക്കുന്നതിന് മുമ്പായി സുഗതൻ യോഗത്തിൽ പങ്കെടുക്കാൻ ആവശ്യമായ നിയമപരമായ അനുമതി കോടതിയിൽ നിന്നും നേടിയെടുക്കാൻ BJP ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാനും ആലോചിക്കുന്നുണ്ട്. ജയിൽവാസത്തിനിടയിൽ നിന്നും സുഗതന് കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കാൻ താൽക്കാലിക അനുമതിയോ പ്രത്യേക ഇളവോ നേടിയെടുക്കാനാണ് കോർപ്പറേഷൻ ഭരണസമിതിയുടെ നീക്കങ്ങൾ നടക്കുന്നത്. ഗുണ്ട കേസിൽ ജയിലിൽ കിടക്കുന്ന, അതായത് കാപ്പ കേസിൽ ജയിലിൽ കിടക്കുന്ന ഒരു പ്രതിയുടെ അംഗത്വം നിലനിർത്താൻ മേയർ സംഘവും ജയിലിലേക്ക് ഓടിയെത്തിയത് ജനാധിപത്യത്തിന് തന്നെ വലിയൊരു കളങ്കമാണ്. ജനങ്ങളെ സേവിക്കേണ്ട ജനപ്രതിനിധി കാപ്പ നിയമപ്രകാരം അകത്തായിട്ടും അദ്ദേഹത്തെ സംരക്ഷിക്കാൻ നഗരസഭയുടെ ഔദ്യോഗിക സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തുവെന്ന് LDF-ഉം UDF-ഉം കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. എന്തായാലും BJP-യുടെ അഭിമാന പോരാട്ടത്തിന്റെ വേദിയായി തിരുവനന്തപുരം നഗരസഭ മാറിയപ്പോൾ അതിന്റെ അന്തിമ തീരുമാനങ്ങൾ വിയ്യൂർ ജയിലിന്റെ 4 ചുവരുകൾക്കുള്ളിൽ വെച്ചാണ് ഇന്ന് എഴുതപ്പെട്ടത്. വരും ദിവസങ്ങളിൽ സുഗതന്റെ കൗൺസിൽ യോഗ പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള നിയമയുദ്ധങ്ങൾക്കും കനത്ത രാഷ്ട്രീയ വിവാദങ്ങൾക്കുമായിരിക്കും കേരളം സാക്ഷ്യം വയ്ക്കാൻ പോകുന്നത്.